മനുഷ്യൻ്റെ വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും ഒരായുസ്സിൻ്റെ തന്നെ നീളമുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു കൃതി. വായിക്കാൻ കുറച്ചെങ്കിലും വൈകിപ്പോയില്ലേ എന്ന് ചിന്തിച്ച ഒരു കൃതി. മനസ്സിനെ കുറേയെങ്കിലും അസ്വസ്ഥമാക്കിയ ഒരു കൃതി. കഥയെ പരിചയപ്പെടുത്തുക എന്നതിന് മുന്നോടിയായി കഥാകൃത്തിനെ പരിചയപ്പെടുത്തുക എന്ന കടമ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ. എം മുകുന്ദൻ എന്ന കഥാകൃത്തിൻ്റെ തൂലികയിൽ പിറന്ന ഏറ്റവും ക്ലാസിക്കായ നോവൽ കൂടിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അദ്ദേഹം എഴുതിയതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ഞാൻ ഈ പുസ്തകം തന്നെ എടുത്തു പറയും. അത്രയേറെ ഒരു വായനക്കാരനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകം വായിച്ചവസാനിക്കുമ്പോൾ നമ്മൾ വായനക്കാരിലുടനീളം ഒരു അസ്വസ്ഥതയും വേദനയും രൂപപ്പെട്ടിരിക്കും. ആ കഥയുടെ പോക്ക് അങ്ങനെയാണ്. തുടക്കവും ഒടുക്കവും എടുക്കുമ്പോൾ നമ്മളിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുകയും നമ്മളെ കൊണ്ട് തന്നെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥ. കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പണ്ട് ദാസൻ്റെ പിറവിക്ക് മുൻപ്. അപ്പോൾ തന്നെ എടുത്തു പറയേണ്ടതുണ്ടല്ലോ, ദാസനാണ് നമ്മുടെ കഥയിലെ നായകൻ. ദാസനെ കൂടാതെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ കഥയിലുടനീളം വന്നു പോകുന്നുണ്ട്. കേളുവച്ചൻ്റെയും കുറുമ്പിയമ്മയുടെയും മകനായ ദാമുറക്ടറുടെ മകനായി ദാസൻ ജനിക്കുന്നത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. കഥയിലുടനീളവും ഫ്രഞ്ച് അധിനിവേശവും സങ്കരീന സംസ്കാരങ്ങളും അത് വിശ്വസിക്കുന്ന, അത് ആരാധിക്കുന്ന കുറേയേറെ മനുഷ്യരെയും നമുക്ക് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കും. കഥ തുടങ്ങുമ്പോൾ പറഞ്ഞുവല്ലോ, ദാസൻ്റെ കഥയാണിത്. ദാസൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കഥയിലുടനീളം പരാമർശിച്ചു പോകുന്നു. കുറുമ്പിയമ്മ തൻ്റെ ചെറുമകനെ താൻ ഏറെ ആരാധിക്കുന്ന ഫ്രഞ്ച് നേതാവായ ലെസ്ലി സായിവിനെ പോലെ ആക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്ന ദാസൻ പഠനശേഷം തിരിച്ചു വരുമ്പോൾ ലെസ്ലി സായിവിനെ പോലെ കോട്ടും സൂട്ടും ഇട്ട് നമ്മുടെ നാടിനും വീട്ടുകാർക്കും എല്ലാം അഭിമാനമാകുമെന്ന് അവർ കരുതി. പഠിത്തത്തിലെ മികവ് കാരണം ലെസ്ലി സായിവ് തന്നെ അവനെ പോണ്ടിച്ചേരിയിലേക്ക് വിദ്യാഭ്യാസത്തിന് അയച്ചു. എന്നാൽ പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ചു വന്ന ദാസൻ തൻ്റെ നാടിനെ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിച്ചു. ഫ്രഞ്ച് അധിനിവേശമായിരിക്കുന്ന ഒരു നാടായി തൻ്റെ നാടിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ കീഴിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഉൾക്കൊണ്ടുവന്ന ദാസന് ഫ്രഞ്ചുകാരുടെ പിടിയിൽ നിന്നും തൻ്റെ നാടിനെ മോചിതനാക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഇതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും തന്നെ ദാസൻ ഒറ്റപ്പെടേണ്ടി വന്നു. എന്തു തന്നെ ആയാലും അദ്ദേഹം ആ കൂട്ടായ്മയിൽ ഉറച്ചു നിന്ന് തൻ്റെ നാടിനെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നു. അതിനിടയിലേക്ക് ഒരു കഥാപാത്രം കടന്നു വരുന്നു, ചന്ദ്രിക. ചന്ദ്രിക ദാസൻ്റെ കാമുകിയാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലുമാണ്. എന്നാൽ ചന്ദ്രിക സ്നേഹിക്കുന്ന അത്രയും തന്നെ ദാസന് ചന്ദ്രികയെ തിരിച്ച് സ്നേഹിക്കാനോ അവളുടെ കൂടെ സമയം ചെലവഴിക്കാനോ കഴിയുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അദ്ദേഹത്തിന് പ്രണയിക്കാൻ നേരമില്ല എന്ന് തന്നെയാണ് സാരം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്ന പ്രണയം ചന്ദ്രികയോട് പുറത്തു കാണിക്കാനുള്ള അവസരങ്ങൾ തനിക്ക് നിഷേധിക്കപ്പെടുന്നതിൽ വളരെ ദുഃഖവും ഉണ്ടായിരുന്നു. കൂട്ടുകാർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് പ്രണയിക്കാൻ നിനക്ക് നേരമുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുമ്പോഴും പ്രണയിക്കാതിരിക്കുമ്പോഴാണ് എന്തോ കുറവുണ്ടാകുക എന്ന് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് പറയുന്നു. ചന്ദ്രികയും ദാസനും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവരുടെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുശേഷം ദാസന് 12 വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ദാസനെ കാത്തിരിക്കുന്ന ചന്ദ്രിക എന്നാൽ ദാസനെ കിട്ടാതെ പ്രണയത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ദാസന് അതിന് ലഭിക്കാൻ വേണ്ടി തിരികെ കൊടുക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രണയവും തന്നെയായിരുന്നു. തൻ്റെ ബന്ധുക്കളെയും സ്നേഹിച്ച പെണ്ണിനെയും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയത്. എന്നാൽ ദാസൻ്റെ അവസാന രംഗങ്ങളെ കഥാകൃത്ത് വർണ്ണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വേദന ഉളവാക്കുന്നു. അച്ചുവിനറിയാം ദാസൻ എവിടെയാണുള്ളതെന്ന്. അങ്ങനെ അച്ചു ദാസനെ തിരക്കി വരുമ്പോൾ അയാൾ അവിടെ സ്തംഭിക്കുകയാണ്. ദാസൻ എന്നും ഇരിക്കാറുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. അങ്ങ് ദൂരെ സമുദ്രത്തിൻ്റെ വിജനതയിൽ ഒരു കണ്ണുനീർ തുള്ളി പോലെ വെള്ളിയാങ്കല്ലുകൾ കാണാൻ സാധിക്കുമായിരുന്നു. അവിടെ ആത്മാക്കളെപ്പോലെ തുമ്പികളെല്ലാം പാറിപ്പറന്നു നിൽക്കുന്നു. അതിലൊരു തുമ്പി ദാസനാണ്. ദാസൻ്റെ അവസാനത്തെ അങ്ങനെ കഥാകൃത്ത് രേഖപ്പെടുത്തി നിർത്തുന്നു. ഒരു വിപ്ലവത്തിനപ്പുറം സ്വന്തം ജീവനും ജീവിതവും നഷ്ടമാക്കേണ്ടി വന്ന ദാസൻ്റെ കഥയാണ് മയ്യഴിയുടെ തീരങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രണയമാണ് മയ്യഴിയുടെ തീരങ്ങളിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പും അദ്ദേഹത്തിൻ്റെ അധ്വാനവുമാണ് ആ കഥയിലുടനീളം പറഞ്ഞു പോകുന്നത്. ഈ കഥ വായിക്കുമ്പോഴൊക്കെയും ഞാൻ മയ്യഴിയിലെ ഒരാളായി മാറുകയായിരുന്നു. കറമ്പിയമ്മയും കേശു അച്ഛനും ദാമൂറക്ടറും ലെസ്ലി സായിവും തൻ്റെ പ്രണയത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച ചന്ദ്രികയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മയ്യഴിയുടെ ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയ ദാസനും എൻ്റെ കൺമുന്നിൽ കൂടെ തന്നെ കടന്നു പോവുകയായിരുന്നു. ജരാനരകൾ ബാധിക്കുന്നതിന് മുമ്പ് മയ്യഴിയുടെ തീരങ്ങളിലേക്ക് പോകണമെന്നും ആ വെള്ളിയാങ്കല്ലുകളും ആത്മാക്കളെപ്പോലെ പാർന്നു നടക്കുന്ന തുമ്പികളെ കാണണമെന്നും ആ പുഴയുടെ അരികിലിരുന്ന് ആ പുസ്തകം ഒന്നും കൂടെ വായിക്കണമെന്നും ഏറെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ
അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയൊരു കഥാകൃത്തുമായി വീണ്ടും കാണാം.